ഈ 26 വർഷം കൈപിടിച്ച് നടത്തിയ ദൈവത്തിന് നന്ദി പറയുകയും അതോടൊപ്പം തന്നെ ഇത്ര മനോഹരമായി ഒരു കുറവുകളെന്ന് ചോദിച്ചാൽ കുറവുകളുണ്ട് എങ്കിൽ പോലും തമ്പുരാൻ തൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഈ ഭവനത്തെ ഇത്രത്തോളം നടത്തി. ഞങ്ങളായിട്ട് ആരുടെ അടുത്തെങ്കിലും പിരിവിന് പോയാൽ അവർ തരത്തില്ല. ഞങ്ങളാരോടെങ്കിലും ഈ കഴിഞ്ഞ പ്രാവശ്യം തന്നെ അരിയില്ലായിരുന്നൊരവസരത്തിൽ പലരോടും അരി ചോദിക്കുവാനായിട്ട് പലരോടും ചോദിച്ചവരാരും തന്നില്ല. പക്ഷെ തമ്പുരാൻ ആഗ്രഹിച്ച വ്യക്തി ആ സമയമായപ്പോൾ ഇവിടെ അരിയുമായിട്ട് കടന്നു. ഇതുപോലെയാണ് ഈ ഭവനത്തിൻ്റെ ഓരോ ശുശ്രൂഷകളും മുന്നോട്ട് പോകുന്നത്. 26 വർഷം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1999 ഫെബ്രുവരി മാസം 11-ാം തീയതി ലൂർദ് ഭവൻ എന്ന ഈ സ്ഥാപനം രൂപീകൃതമായി. തെരുവിൽ നിന്ന് മാനസിക നില തെറ്റിയ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന 3 വ്യക്തികളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ച് ജോസ് ആൻ്റണി എന്ന വ്യക്തി ഇതിന് രൂപം കൊടുക്കുമ്പോൾ തൻ്റെ ഭാര്യയും 2 മക്കളും തൻ്റെ പിതാവും അടങ്ങുന്നതായിരുന്നു ആ കുടുംബം. ആ ചെറിയ ഭവനത്തോട് ചേർന്ന് കെട്ടിയ ഒരു കുടിലിൽ ആരംഭിച്ച ലൂർദ് ഭവൻ ഏറെ വളർന്നു. കഴിഞ്ഞ വർഷം ഈ സ്ഥാപനത്തിൻ്റെ രജത ജൂബിലിയും നാം ആഘോഷിച്ചു. അതെ, ദൈവത്തിൻ്റെ മഹത്വം പ്രകടമായി ദർശിക്കുന്ന ഒരു പുണ്യ സ്ഥലമാണ് ഈ ലൂർദ് ഭവൻ എന്ന് ഞാൻ പറയും. ഇവിടെ അന്തേവാസികളായിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ ദൈവത്തെ കാണുവാൻ, ദൈവത്തിൻ്റെ മുഖം ദർശിക്കുവാനായിട്ട് ഇവിടേക്ക് കടന്നു വരുന്നവർക്ക് സാധിക്കും. ഈ സഹോദരങ്ങളിൽ അല്ലെങ്കിൽ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന, സ്നേഹ ശുശ്രൂഷ ചെയ്യുന്ന സഹോദരങ്ങളുടെ മുഖങ്ങളിൽ ഈശോയെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ എത്തിച്ചേരുന്ന ഓരോരുത്തരെയും ഈ കുടുംബം അവിടുത്തെ ഒരു അംഗമായി കണ്ട് അവരെ സ്നേഹിച്ച് പരിചരിച്ച് അവരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന് ധാരാളം ആളുകളെ അവരുടെ ഭവനങ്ങളിൽ തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 522ഓളം ആളുകളെ എല്ലാ രോഗങ്ങളിൽ നിന്നും മോചിതമാക്കി അവരുടെ ഭവനങ്ങളിൽ തിരിച്ച് എത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ 75ഓളം അംഗങ്ങളുണ്ട്. ഇവരെല്ലാം വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ്. ഇവരുടെ ജാതി ഏത്, മതമേത്, ഇവർ സവർണനാണോ അവർണനാണോ, ഇതൊന്നും ഇവിടെ നോക്കാറില്ല. ഇവിടെ കടന്നു വരുന്ന ഓരോ ആളെയും എത്ര സ്നേഹത്തോടെയാണ്, എത്ര കരുതലോടുകൂടിയാണ് പരിചരിക്കുന്നത് എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും മഹത്തരമായ ഒരു കർമ്മമാണ്. ഇവിടെ ജോസിനോടൊപ്പം പ്രവർത്തിക്കുന്ന ഡയറക്ടേഴ്സിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാനും കഴിയും. സന്തോഷത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ലൂർദ് ഭവനിലേക്ക് എപ്പോഴും കടന്നു വരുന്നത്. കാരണം ദൈവത്തിൻ്റെ അനുഗ്രഹം ഒത്തിരി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭവനമാണിത്. അതുപോലെ നന്മയുള്ള ഒത്തിരി മനുഷ്യർ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു കൂട്ടായ്മയാണിത്. ഇവിടെ സ്വാർത്ഥതയുള്ള ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ളവരൊന്നും ഇങ്ങനെയുള്ള ഭവനങ്ങളിൽ വരികയില്ല. ഇവിടെ തങ്ങൾക്കുള്ളത് നൽകാൻ മനസ്സുള്ളവർ,
പ്രതിഫലമൊന്നും പ്രതീക്ഷിക്കാതെ നന്മ മറ്റുള്ളവർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, അങ്ങനെയുള്ളവരുടെ ഒരു കൂട്ടായ്മയാണ് ലൂർദ് ഭവൻ. നമ്മുടെ കർത്താവ് ഒത്തിരി വ്യക്തികളെ പല രീതിയിൽ ജ്വലിപ്പിക്കുകയാണ്, അവരുടെ ഹൃദയങ്ങളെ ദൈവസ്നേഹത്താൽ എരിയുവാൻ. അങ്ങനെ ഒരു വലിയ കൃപ ജോസിയേട്ടന് ലഭിച്ചു. അതുകൊണ്ട് ഈ മക്കളെയെല്ലാം സ്വീകരിക്കാനായിട്ട് സാധിച്ചു. നമുക്കതിന് ദൈവത്തിന് നന്ദി പറയാം. ഈ ജീവിത നവീകരണത്തിൽ നമ്മളോടുള്ള ചോദ്യം, നമ്മൾ 10 കൽപ്പനകൾ പാലിച്ചോ എന്നുള്ളത് മാത്രമല്ല. ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊക്കെ സ്വർഗത്തിൽ പോകാൻ പറ്റുമെന്ന് എനിക്ക് സംശയമാണ്. അല്ലെങ്കിൽ ഞാൻ ഭാര്യയെ തല്ലിയില്ല ഭർത്താവ്, അതുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റുമെന്ന് സംശയമാണ്. സ്നേഹിച്ചോ എന്നുള്ളതാണ് ചോദ്യം. നീ ജീവൻ ത്യജിച്ച് സഹോദരനെ സ്നേഹിക്കാൻ തയ്യാറായോ? അതാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴുള്ള വ്യത്യാസം. പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഉപേക്ഷയുടെ പാപങ്ങൾ പ്രധാനപ്പെട്ടതാണ്. കർത്താവ് വിജയശ്രീലാളിതനായി രണ്ടാമത് വരുമ്പോഴുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു. വളരെ സിമ്പിൾ ആൻഡ് ഡിറക്റ്റ് ചോദ്യങ്ങളാണ്, ലളിതമായ ചോദ്യങ്ങൾ, നേരെയുള്ള ചോദ്യങ്ങളാണ്. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചോ. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചോ. ഇത്രയേ ഉള്ളൂ. അതിന് മറുപടി ആണ് ഇത്തരത്തിലുള്ള ഭവനങ്ങൾ. അതായത് ദൈവസ്നേഹത്തിൻ്റെ സ്നേഹാഗ്നിയിൽ ജ്വലിച്ചുള്ള പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് ഈ പ്രവർത്തനങ്ങളോട് സഹകരിക്കുമ്പോഴെല്ലാം നമ്മൾ നമ്മുടെ കർത്താവിൻ്റെ വരവിനായിട്ട് തന്നെ ഒരുങ്ങുകയാണ്, അവിടുന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ. ആ ഒരു നന്മയുടെ സൗരഭ്യം എല്ലായിടത്തും പരത്തുവാൻ ഈ ഭവനത്തിന് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ആശംസിക്കുന്നു. ലൂർദ് ഭവനിൽ ആയിരിക്കുമ്പോൾ യഥാർത്ഥ സുവിശേഷം ജീവിക്കുന്ന ജോസിയേട്ടനും സഹപ്രവർത്തകരുമടങ്ങുന്ന വലിയ ഒരു സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഇടമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുക. പാവപ്പെട്ടെന്ന് മുഖം തിരിക്കരുത്, അപ്പോൾ ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിക്കുകയില്ല എന്ന് തോബിത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുവെങ്കിൽ, എങ്ങനെയാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം തൻ്റെ മുഖം അനുഗ്രഹമായി നൽകുക എന്നുള്ളത് ജോസിയേട്ടൻ 26 വർഷം മുമ്പ് ലൂർദ് ഭവൻ ആരംഭിച്ചപ്പോൾ മുതൽ ഇവിടെ ഇതിനെ കണ്ട് കേട്ട് അറിഞ്ഞവർക്ക് നല്ലവണ്ണം അറിയാം. തെരുവിൽ കിടക്കുന്നവരെ എടുത്തു സംരക്ഷിക്കുന്നവർ സർക്കാരിന് പണം കൊടുത്ത് അവരെ സംരക്ഷിക്കണമെന്നാണ് പറയുക. അപ്പോൾ ഈ വിധത്തിലെ നിയമങ്ങളും ചട്ടങ്ങളും മാറി വരുമ്പോഴും അവിടെയൊന്നും പതറാതെ തളരാതെ ദൈവത്തെ മാത്രം കണ്ടുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ജോസിയേട്ടനെ പോലെയുള്ളവർ ചെയ്യുന്ന സേവനം ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളെ കുറെ കൂടി പ്രചോദിപ്പിക്കുവാനും, നോമ്പ് തുടങ്ങുന്ന ഈ ദിനത്തിൽ എന്താണ് യഥാർത്ഥ ഉപവാസമെന്നും യഥാർത്ഥ പ്രാർത്ഥനയെന്നും എന്താണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതമെന്നും യഥാർത്ഥ നന്മ നിറഞ്ഞ ദൈവിക ജീവിതമെന്നുമൊക്കെ നമ്മളെ യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഇത് ആകസ്മികമായി ദൈവത്തിൻ്റെ ഇടപെടലിലൂടെ ഉണ്ടായതാണെന്ന് എനിക്ക് പറയാൻ സാധിക്കും. കാരണം 26 വർഷങ്ങൾക്ക് മുമ്പ് ജോസ് ഒരു ദിവസം എന്നെ സമീപിച്ചു. പക്ഷെ നമുക്കിങ്ങനെ ഒരു കോട്ടയത്തെ പോലെ എവിടുന്ന് കിട്ടി ഈ പ്രചോദനം? ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയതാണ്. ഒന്നുമില്ലാത്തവനായ ജോസിന് ഇപ്രകാരം ഒന്ന് തുടങ്ങുവാനുള്ള ഉൾക്കാഴ്ച നൽകിയത് തമ്പുരാൻ തന്നെയാണ്. അത് പേരിനോ പെരുമയ്ക്കോ വേണ്ടിയിട്ടല്ല. കാരണം ഇത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, അധ്വാനം ആവശ്യമുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ പരിപാലന ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷെ അതിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് തുടങ്ങിയ ഈ ഭവനത്തിന് 26 വർഷമായിട്ടും ഇതിൻ്റെയും കുറവുണ്ടായിട്ടില്ല. മറിച്ച് ഓരോ വർഷവും ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. ലൂർദ് ഭവൻ്റെ 26ാമത് വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ എൻ്റെ മുന്നിലിരിക്കുന്ന സഹോദരങ്ങളെ ഞാൻ വീക്ഷിക്കുകയായിരുന്നു. ഇവിടെ പ്രസംഗിച്ചവരെല്ലാം സൂചിപ്പിക്കുകയുണ്ടായി, നമ്മുടെ സംസ്ഥാനത്തു നിന്നും മാത്രമല്ല പുറത്തു നിന്നുള്ള സംസ്ഥാനത്തു നിന്നും വന്നെത്തിയവരാണ്. വ്യത്യസ്തമായ ഭാഷകളിലൂടെ വ്യത്യസ്തമായ നാടുകൾ ചുറ്റി
നമ്മുടെ അരുവിക്കുഴി എന്ന സ്വന്തം ഗ്രാമത്തിൽ ലൂർദ് ഭവനിൽ എത്തിച്ചേർന്നവരാണ് ഇവിടെ ഇരിക്കുന്ന എൻ്റെ മുന്നിലിരിക്കുന്ന കുറേ പേരെങ്കിലും. ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഒത്തിരി പേർക്ക് ആശ്വാസമായിട്ട് അവർക്ക് ചികിത്സാ സൗകര്യങ്ങളെല്ലാം നൽകിക്കൊണ്ട് ഇവരെ തിരിച്ച് സ്വദേശത്തേക്ക് മടക്കി അയച്ചതിൻ്റെ കാര്യവും അതിൻ്റെ നമ്പറുകളൊക്കെ ഇവിടെ പറയുകയുണ്ടായി. നമ്മുടെ അരുവിക്കുഴിയെ സംബന്ധിച്ച് ലൂർദ് ഭവൻ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഒരു കുടുംബം പോലെയാണ്. അതിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ തന്നെ നമുക്ക് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ നമ്മുടെ ജോസിയേട്ടനും അതുപോലെ ജോസിയേട്ടനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ തുരുത്തിമറ്റം അപ്പച്ചേട്ടൻ, അതുപോലുള്ള മറ്റ് സെക്രട്ടറി പ്രസിഡന്റ്, അവരെല്ലാവരുടെയും നല്ലൊരു കൂട്ടായ്മയിലൂടെ നമ്മുടെ ലൂർദ് ഭവൻ ട്രസ്റ്റ് ഇത്രയും വലിയൊരു ആഘോഷമായിട്ട് ഇന്നിപ്പോൾ 26ാം വാർഷികം ഇവിടെ ആഘോഷിക്കാൻ സാധിച്ച്. നമുക്കറിയാം, ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ജോസിയേട്ടൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, വെറും 3 പേരെ കൊണ്ടാണ് നമ്മുടെ ലൂർദ് ഭവൻ ഇവിടെ ആരംഭിച്ചത്. ഇന്നിപ്പോൾ 80 പേര് മിച്ചത്തോളം നമ്മുടെ അന്തേവാസികൾ ഇവിടെയുണ്ട്. നമ്മുടെ മുന്നിലിരിക്കുന്ന ഇവരെ നോക്കുക, നമുക്കറിയാം എന്ത് വൃത്തിയായിട്ടാണ് ഇവർ നല്ല ഡ്രസ്സ് ധരിച്ച് നല്ല ഭംഗിയായിട്ട് മുടി വെട്ടി ഷേവ് ചെയ്ത് വളരെ അച്ചടക്കത്തോടെ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് നമ്മൾ ഇവരെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനറിയും. നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് നേരം വെളുക്കുമ്പോൾ നമുക്ക് പേടിയാണ്. ന്യൂസ് കാണുമ്പോഴും ന്യൂസ് കാണുമ്പോഴും ഇന്നത്തെ പുതിയ തലമുറകളുടെ ഓരോ പ്രയാസങ്ങൾ നമുക്കറിയാം. മാതാപിതാക്കളെ പോലും അവർ കൊലപാതകം ചെയ്യാൻ മടിക്കുകയില്ല. സമ്പത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി അവരെന്താ ചെയ്തു കൂട്ടുന്നത് നമുക്കറിയാൻ മേല. നമുക്കറിയാം, നമ്മുടെ മക്കൾ പുറത്തേക്ക് പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് പേടിയാണ്, ഇവരെന്താ വരാൻ താമസിക്കുന്നത്. അങ്ങനെ ഒരു സമൂഹത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് ജീവിക്കുന്നത്. നമുക്കറിയാം, ഇങ്ങനെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് കൊലപാതകങ്ങളും അതുപോലുള്ള ദുഷ്ടപ്രവർത്തനങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്. ഇങ്ങനെ ഏറ്റവും വിഷമം പിടിച്ച ഒരു പ്രവർത്തനമാണ് നടത്തുന്നത്. ഇവിടെ നിന്നോ വന്ന 75 അധികം ആളുകളെ നിലവിൽ അവർ സംരക്ഷിക്കുകയാണ്. അവർക്കെല്ലാവരും സംരക്ഷണവും കൊടുക്കണം. വെറും മനുഷ്യനായി കണ്ടാൽ പോരാ, സഹോദരനായിട്ട് കണ്ട് അവർക്കെല്ലാ സംരക്ഷണവും കൊടുത്ത് മുമ്പോട്ട് പോവുക എന്നുള്ള ഏറ്റവും ഉദാത്തമായ അതുപോലെ തന്നെ ഏറ്റവും ക്ലേശകരമായ പ്രവർത്തനമാണ് ഈ ജോസ് ആൻ്റണിയും അദ്ദേഹത്തിൻ്റെ ടീമും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലൂർദ് ഭവൻ്റെ 26ാമത് വാർഷികത്തോടനുബന്ധിച്ചാണ് നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ എത്തിച്ചേർന്നത്. നമുക്കറിയാം, ലൂർദ് ഭവൻ പള്ളിക്കത്തോട് പഞ്ചായത്തിനും അരുവിക്കുഴി ഇടയൊക്കെ ഒരു അഭിമാനമാണ്. ഇത്രയും നല്ലൊരു സ്ഥാപനം ഒരു യാതൊരു പ്രതിഫലവും പറ്റാതെ ഇത്രയും മക്കളെ 70ഓളം മക്കളെ ശുശ്രൂഷിക്കുന്ന ജോസിയേട്ടനും ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകർ ഓരോരുത്തരെയും, അതുപോലെ ഇവിടെ മണിയങ്ങാട്ട് ഫാമിലിയിലെ സുജിത്തും അനുവും, ഇവരെയൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇന്നത്തെ സമൂഹത്തിൽ എല്ലാവർക്കും അവനവന് എന്ത് കിട്ടും, അങ്ങോട്ട് എന്ത് പ്രതിഫലം കിട്ടും എന്ന് നോക്കി മാത്രമാണ് എല്ലാവർക്കും ഇഷ്ടം, സേവനം ചെയ്യാനും ഒക്കെ ഇഷ്ടം. പക്ഷേ ജോസിയേട്ടനും ഇവിടെ ചെയ്യുന്ന ശുശ്രൂഷകരും യാതൊരു പ്രതിഫലവും ഇല്ലാതെ മനസ്സിൻ്റെ താളം തെറ്റിയ ഈ 78ഓളം രോഗികളെയും ശുശ്രൂഷിച്ച്, നമുക്കറിയാം നമ്മുടെയൊക്കെ ഭവനത്തിൽ ഒരാൾ ഒരു മാനസിക നില തെറ്റിയാൽ നമുക്കറിയാം എന്തുമാത്രം ബുദ്ധിമുട്ടാണ് അവരെ ശുശ്രൂഷിക്കാൻ. ഞാൻ ഒരു ബൈബിൾ നാടകവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രാരംഭ പരിപാടി മരിയ സദനിൽ വെച്ചായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഇവിടുത്തെ ജോസ് ആൻ്റണിയായ അവിടുത്തെ സന്തോഷ് എന്നോട് ചോദിച്ചത് ഒരാളെക്കുറിച്ചാണ്. പള്ളിക്കത്തോടാണ്, ആനിക്കാടാണ് എന്ന് കേട്ടപ്പോൾ അദ്ദേഹം ചോദിച്ചത് ഞങ്ങളുടെ ജോസ് ആൻ്റണിയെ അറിയുമോ എന്നാണ്. ഞാൻ ഓർത്തു, ഇവിടെ പഞ്ചായത്ത് പ്രസിഡൻ്റുണ്ട്, അല്ലെങ്കിൽ സർക്കിൾ ഇൻസ്പെക്ടറുണ്ട്, അല്ലെങ്കിൽ പേരെടുത്ത് പറയാവുന്ന ഒട്ടേറെ പ്രമുഖരുണ്ട്. പക്ഷെ ഒരു നാടിനെ പ്രതീകവൽക്കരിച്ച് മറ്റൊരു നാട്ടിൽ ചെല്ലുമ്പോൾ ചോദിച്ച ഒരു പേര്, ഇദ്ദേഹത്തെ അറിയുമോ, ഇന്നയാളെ അറിയുമോ എന്ന് ആ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് LBTയുടെ എല്ലാമായ ജോസ് ആൻ്റണി എത്ര ഉദാത്തമായ ഒരു ലെവലിലാണ്, ഒരു മേഖലയിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത് എന്ന് വലിയ സന്തോഷം തോന്നുന്നു. താടിയിലും മുടിയിലും നിറച്ച് പേൻ നിറഞ്ഞിട്ട് ഷേവ് ചെയ്ത് കഴിയുമ്പോൾ ആ പേൻ ഇറങ്ങി ഷേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോസിയേട്ടൻ്റെ മുകളിൽ കൂടെ ഒഴുകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ സ്വാഗതം ആശംസിച്ച സമയത്ത് ഞാൻ പുറകിലിരുന്ന് കേൾക്കുകയായിരുന്നു. അപ്പോൾ ജോസ് ചേട്ടൻ്റെ വാക്കുകൾ ഇടറിയിട്ടുണ്ടെങ്കിൽ, ജോസ് ചേട്ടന് വാക്കുകൾ മുഴുമിക്കാൻ കഴിയാതെ വന്നിട്ടുണ്ടെങ്കിൽ, ഈ കടന്നുപോയ വഴികൾ ഒരു പൂമത്തെ ആയിരുന്നില്ല എന്ന് നമ്മൾ അറിയണം. കനൽ വഴിയിലൂടെ തന്നെയാണ് ജോസ് ചേട്ടൻ നടന്നത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തുരുത്തിമറ്റം അപ്പച്ചൻ ചേട്ടന്
പലപ്പോഴും ഞാനിവിടെ രാത്രിയിലൊക്കെ രോഗികളെ നോക്കാൻ ഇടയ്ക്ക് വരേണ്ട അവസ്ഥ വരുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് വിശ്രമിക്കേണ്ട അവസ്ഥയിലും അപ്പച്ചൻ ചേട്ടൻ രാത്രി 2 മണിക്കും 3 മണിക്കും ഒക്കെ ഒരു മടിയും കൂടാതെ എത്ര സമയം വേണമെങ്കിലും ഇവിടെ രോഗികളുടെ കൂടെ നിൽക്കാനോ അവരെ ആശുപത്രി കൊണ്ടുപോകാനോ ഏത് കാര്യത്തിനും സന്നദ്ധനായി നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ദേശത്തിൻ്റെ അഭിമാനമായി നിൽക്കുന്ന ഈ ലൂർദ് ഭവന് നമുക്കറിയാം, ആദ്യം നമ്മുടെ ഈ സ്ഥാപനം ആരും അറിയാലായിരുന്നു. ആരും ഇങ്ങോട്ട് അങ്ങനെ വരുന്ന പ്രശ്നമില്ല. ജോസിയേട്ടന് ഒരു ചെറിയ എന്തോ ബിരി പോലെയുള്ള ഒരു പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുക എന്നാണ് നമ്മുടെ നാട് മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ദൈവത്തിൻ്റെ കയ്യൊപ്പ് കൊണ്ട് അനുഗ്രഹം കിട്ടിയ ഒരു വലിയ മനുഷ്യനായി ഇപ്പം നമ്മൾ ജോസിയേട്ടനെ കാണുകയാണ്. ഈ മാനസിക രോഗമെന്ന് പറയുന്നത് ഒരു വലിയ തീരാവ്യാധിയാണെന്ന് ഇന്നിപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രം ഡോക്ടറൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് ഈ മെഡിക്കൽ കോളേജിൽ ഈ മാനസികാരോഗ്യത്തിൻ്റെ ക്ലാസ്സുകൾ വിടാനൊക്കെ പോകും. അവിടെ വെച്ച് ഈ മാനസികാരോഗ്യത്തിൻ്റെ സെക്ഷൻ HOD ആയിരിക്കുന്ന ഡോക്ടർ പുന്നൂസ് എന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടറുണ്ട്. ഡോക്ടർ പറഞ്ഞ് ഇത് നമ്മൾ നല്ല പരിചരണം കൊടുക്കുകയും അവരെ കെയർ ചെയ്യുകയും കൃത്യമായ ചികിത്സ കൊടുക്കുകയും ചെയ്താൽ ഈ രോഗം നമുക്ക് പൂർണ്ണമായി എടുത്തു മാറ്റാൻ പറ്റും. നമ്മളുടെ ഈ ജോസിയേട്ടൻ എനിക്ക് തന്നെ സത്യത്തിൽ മനസ്സുകൊണ്ട് ഒരറപ്പ് പോലെ തോന്നിയിട്ടുണ്ട്. കാരണം ഈ മനുഷ്യൻ വായിൽ നിന്ന് ഞൊരിയും പതയും വന്നുകൊണ്ടിരിക്കുന്ന ഈ രോഗികളെ പുള്ളിയുടെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഒപ്പിയെടുത്തിട്ട് പുള്ളിയുടെ തുണിയിലോട്ട് തന്നെ തൂക്കുന്ന അവസ്ഥ വരെ ഞാനിവിടെ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഒരു ഡെഡിക്കേഷൻ അല്ല, ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ്. അതാ നമ്മുടെ ജോസിയേട്ടൻ. നമ്മൾ ഈ മനുഷ്യനെ എത്ര അഭിനന്ദിച്ചാലും എത്ര പുകഴ്ത്തിയാലും മതിയാകുകയില്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഈ ആളുടെ കൂടെ ഇപ്പോൾ ഒരു 20 വർഷത്തിന് മുകളിലായി ഞാനിവിടെ പുള്ളിയുടെ കൂടെ സഹായത്തിന് വരാൻ തുടങ്ങിയിട്ട്. നെഞ്ചകം നീറുന്ന നേരം